സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയൊന്നുമില്ല ഇത്. വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് നമുക്കെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഭയങ്കര ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ട്. അത് നമുക്കിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു എരിവ് കിട്ടാൻ കുറച്ചൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കപ്പ് വെള്ളം പോലും ഇത് കുഴക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. പക്ഷേ വറുത്ത റവയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. ഇനി ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ ബോളാക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റും. ഞാനിവിടെ ഒരു 5 ബോൾസാണ് ആക്കുന്നത്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടയോ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൈദയാണ് എടുത്തത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എത്ര നൈസാക്കിയിട്ട് നമുക്ക് പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് പരത്തുക. ഇപ്പം നമ്മൾ നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലെ വല്ല കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതൊന്നുമല്ല, നൈഫ് മാത്രം ഉള്ളതെങ്കിൽ നൈഫ് വെച്ച് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ തീരെ വേസ്റ്റേജ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കുക്കീസ് കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ വീണ്ടും കുഴച്ചിട്ട് ഇതേപോലെ പരത്തിയെടുത്താൽ മതിയാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത പീസസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ല ക്രിസ്പി വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. പിന്നെ ഞാനിവിടെ കുറച്ച് ഹാർട്സ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് സ്റ്റാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ എല്ലാ പീസസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഒന്ന് വിതറുക, അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് വിതറുക. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.